ഓസ്തി വാഴ്ത്തില്ലേ, ആ സമയത്ത് ഒരു പപ്പടം വട്ടത്തിൽ ഓസ്തി ദൂരെ നിന്ന് വരും, ചിലപ്പോൾ ഈശോയുടെ കരങ്ങളിൽ നിന്ന് വരും. ഈശോയുടെ കരങ്ങളിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ആണിപ്പോഴത് ചിലപ്പോൾ എന്നെ കാണിച്ചു തരും, ചിലപ്പോൾ ഉണ്ടാവില്ല, ഈ ഓസ്തി മാത്രമേ കാണുള്ളൂ. പിന്നെ ഒരു ദിവസം വന്നു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പള്ളിവാതിൽ തുറന്നിട്ടേക്കണം, ആനവാതിൽ. അപ്പോൾ ഞാൻ മുട്ടുകൂത്തി അൾത്താര വരെ ചെന്നു. അൾത്താര വരെ ചെന്ന് കഴിഞ്ഞപ്പോൾ യൂസഫ് പിതാവ് ബിഷപ്പന്മാരൊക്കെ വന്നിരിക്കണതിൻ്റെ അവിടെ ഒരു ഒരു മേശ കിടപ്പുണ്ടായിരുന്നു, അവിടെ ഒരു ബാഗ് ഇരിക്കണം. യൂസഫ് പിതാവ് അതിൻ്റെ അടുത്ത് നിൽക്കണു, തൊട്ട് ഞാപ്രെ മാതാവ് നിൽക്കണു, അതിൻ്റെ ഞാപ്രെ സ്വർണ്ണോസിൻ്റെ അവിടെ നിന്ന് ഈശോ ഒരു ബാഗുമായിട്ട് ഇറങ്ങി വന്നിട്ട് മാതാവിൻ്റെ കൊടുക്കുന്നു. ആ ബാഗ് ഈ ആദ്യം ഇരുന്ന ബാഗിൻ്റെ മുകളിലേക്ക് വയ്ക്കുന്നു. ഞാനത് കഴിഞ്ഞ് ഇറങ്ങി പോരുന്നു. പിന്നെ കണ്ടില്ല അവരെ, ഈശോയും കണ്ടില്ല, മാതാവിനെയും കണ്ടില്ല, യേശുപിതാവിനെയും കണ്ടില്ല. ഞാൻ പോന്നു. പിന്നെ അതിമനോഹരമായൊരു കാഴ്ച കാണുന്നത്, ഞാൻ കുർബാന കാണുമ്പോൾ ബൈബിൾ ശുശ്രൂഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ എൻ്റെ കണ്ണടഞ്ഞു പോവും. പിന്നെ കണ്ണ് നമ്മൾ ഉറക്കം ഒളിച്ചിട്ട് നിൽക്കണില്ലേ എന്ന് പറഞ്ഞ മാതിരിയാണ് എൻ്റെ കണ്ണിൻ്റെ വെട്ടം. അത് അൾത്താരപാലൻ ബൈബിൾ വായിക്കില്ലോ, ആ സമയം തുടങ്ങി എനിക്ക് തളർച്ച വരും. ആ സമയം മുതൽ അത് കഴിഞ്ഞ് അച്ഛൻ ബൈബിൾ വായിക്കുമ്പോൾ ഒരു പുരോഹിതനല്ല ബൈബിൾ വായിക്കുന്നത്, ഈശോയാണ് ബൈബിൾ വായിക്കുന്നത്, കാണുന്നത്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പുസ്തകം ബൈബിൾ പിടിക്കുമ്പോൾ ആണിപ്പഴുത്ത് കാണിച്ചു തരും. ഇത് കഴിഞ്ഞ് പിന്നെ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബൈബിൾ വായന കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് തല കുനിച്ച് നിന്ന് ആശീർവാദം തരുന്നില്ലേ, ആ രംഗം കാണും. ആ സമയത്ത് ചിലപ്പോൾ കയ്യിൽ ആണിപ്പഴുത് ഈശോയുടെ കാണും, കൈ ഇങ്ങനെ അനുഗ്രഹം തരുമ്പോൾ, ചിലപ്പോൾ കാണില്ല. ഇത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവെ ഇത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് കാസയെ കാണുന്നത്. ആ കാസയിൽ ചിലപ്പോൾ വീഞ്ഞ് കാണും, ചിലപ്പോൾ വീഞ്ഞ് കാണാതെയുള്ള രീതിയിൽ ആ ഓസ്തി ഈ വീഞ്ഞിൻ്റെ മുകളിൽ നമ്മൾ കൂണിൻ്റെ ആകൃതിയില്ലേ എന്ന് പറഞ്ഞ മാതിരി ഇങ്ങനെ ഒഴുകി വരും. ഇത് കഴിഞ്ഞ് പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പറഞ്ഞു കഴിയുമ്പോൾ മിശിക തമ്പുരാൻ ഇപ്പം അച്ഛനെ കൈ വെച്ചുകൊണ്ടിരുന്നില്ല മേശപ്പുറത്ത് എന്ന് പറഞ്ഞ മാതിരി രണ്ട് കൈകളും വെച്ച് പ്രാർത്ഥിക്കുന്ന ഒരനുഭവമുണ്ട്. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണമെന്ന് പറയുന്നത് ചില സമയത്ത് ഇത് ഞാൻ ഇരിക്കും മാതിരി ഇരുന്നിട്ട് ഇങ്ങനെ കൈ പിടിച്ച് ആണിപ്പഴുതും കാണും, ഈ കൈയുടെ ആണിപ്പഴുതുണ്ടല്ലോ അതും കാണും, കാലിൻ്റെ ആണിപ്പഴുതും കാണും, മുടിയും കാണും, മുൾമുടി കാണും, ഈ ഭാഗത്തെ കുന്തം കൊണ്ട് കുത്തിയ പാടും കാണും. പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരണം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ കുർബാനയുടെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഓസ്തി പൊക്കി പിടിക്കില്ലേ, ആ ഓസ്തി പൊക്കി പിടിക്കുന്ന അവസരത്തിൽ സ്വർണ്ണോസിൻ്റെ അവിടെ നിന്ന് ഒരു പ്രകാശവും ഓസ്തിയും കാണാം. എൻ്റെ കണ്ണ് അടഞ്ഞിരിക്കുക കേട്ടോ, കാണാം. ഇത് കഴിഞ്ഞ് കുർബാനയുടെ ആശീർവാദം തന്നു കഴിയുമ്പോൾ ചിലപ്പോൾ കുരിശുരൂപം, ചിലപ്പോൾ കുരിശുരൂപത്തിൻ്റെ ഉള്ളിൽ രൂപം ഈശോ കിടക്കുന്ന രൂപം കാണിച്ചു തരും, അല്ലെങ്കിൽ ഈശോ മരിച്ചു കിടക്കുന്ന രൂപം ഏതെങ്കിലും രീതിയിൽ കാണിച്ചു തരും. കുർബാനയുടെ തീർന്നു. പിന്നെ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ആദ്യം ചെയ്യുന്നത് സിംസ്തേരിൽ പോയി കാർന്നോന്മാരുടെ അടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വന്നിട്ട് ഈശോയുടെ ചാപ്പലില്ലേ, നിത്യാരാധന ചാപ്പൽ, അവിടെ പോയി പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് മാതാവിൻ്റെ നിത്യാരാധന ചാപ്പലിൽ പോയി പ്രാർത്ഥിക്കും. ഒരു മധ്യായ പട്ടണം, ആ പട്ടണത്തിൽ കൂടെ യേശുപിതാവും മാതാവും ഒരു കഴുതപ്പുറത്ത് വരുന്നു. ഈ യേശുപിതാവിൻ്റെ കൈകളിൽ ഒരു കയ്യിൽ വള്ളിൻ്റെ കയറ് പിടിച്ചേക്കണം, ഒരു കയ്യിൽ വടി പിടിച്ചിരിക്കുന്നു. ആ പട്ടണം ഒന്ന് കാണണം, അതിഭയങ്കരമായൊരു പട്ടണം. പിന്നെ ഒരു ദിവസം കാണുന്നത് ഒരു ഗ്രൗണ്ട്,
ആ ഗ്രൗണ്ടിനകത്ത് ശിഷ്യന്മാർ പന്ത് കളിക്കണു, ഈശോ എൻ്റെ പുറയിൽ നിന്ന് ഇരിക്കണു. ആ രംഗം ഇത് കഴിഞ്ഞ് ഒരു ദിവസം കാണുന്ന രംഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 12 ശിഷ്യന്മാർ വള്ളത്തിൽ കായലിൽ കൂടെ പോകുന്നു. അപ്പോൾ കർത്താവ് ഈ വള്ളം തള്ളിക്കൊണ്ട് പോകുന്നു. വെള്ളം തള്ളിക്കൊണ്ട് പോകുമ്പോൾ കാല് മുകളിൽ നിൽക്കുന്നു, വെള്ളത്തിൻ്റെ അടിയിലേക്ക് കാല് പോയിട്ടില്ല കർത്താവിൻ്റെ. അങ്ങനെ തള്ളിക്കൊണ്ട് പോകുന്ന ഒരു രംഗം അങ്ങനെ കാണുന്നു. പിന്നെ ഒരു ദിവസം കൊന്തി എത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണുന്ന രംഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊന്തി എത്തിക്കുമ്പോഴും എൻ്റെ കണ്ണടഞ്ഞു പോകും. കൊന്തി എത്തിച്ചുകൊണ്ടിരുന്നപ്പോൾ കാണുന്ന രംഗം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ മാതാവ് ചമ്മരപ്പടി ഇട്ടിരിക്കുന്നു, യേശുപിതാവ് അതിൻ്റെ ഇങ്ങാപ്പുറം ഇരിക്കുന്നു. ഉണ്ണീശോ മടിയിൽ കിടന്ന് സന്തോഷമായിട്ട് ആനന്ദിക്കുന്നു ഒരു രംഗം. അതിഭയങ്കരമായി അത് ഈ അടുത്ത ദിവസം കണ്ടതാണ്. പിന്നെ ഈശോയുടെ അനുഗ്രഹം, ഈ കുർബാനയ്ക്ക് അനുഗ്രഹം തരുന്ന അവസരത്തിൽ ഒരു ദിവസം മരണപ്പെട്ടിയിൽ ഈശോ കിടക്കുന്നത് അനുഭവം. പിന്നെ ഈ അടുത്തിടെ കണ്ട ഒരു ദിവസം കഥക് ഇങ്ങനെയാണെങ്കിൽ വട്ടത്തിലുള്ളൊരു കഥകാണ്. വട്ടത്തിലുള്ള കഥകിൻ്റെ അവിടെ നിന്ന് ഈശോ കടന്നു വരുമ്പോൾ 2 മാലാഖമാർ അപ്പുറം ഇപ്പുറം നിന്ന് അനുഗ്രഹം തരുന്ന ഒരു രംഗം. പിന്നെ ഈശോ കുരിശിൽ കിടന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ 2 മാലാഖമാർ അപ്പുറം ഇപ്പുറം നിൽക്കുന്ന അനുഭവം. പിന്നെ കണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, കുരിശിലെ പുണ്യാളത്തി നമ്മുടെ സ്വർണ്ണോസിൻ്റെ അവിടെ ഒരു വിളക്ക് താത്തിയിട്ടുണ്ടായിരുന്നു നേരത്തെ. ആ രംഗം ഞാൻ കണ്ടത്. ആ വിളക്കിൻ്റെ അടിയിൽ നിന്ന് കുരിശിലെ പുണ്യാളത്തി എന്ന് പ്രാർത്ഥിക്കുന്ന അനുഭവം. പിന്നെ ഒത്തിരി പറയാനുണ്ട്, ഓർക്കണില്ല കുറേയൊക്കെ. അത് പറയാൻ വേണ്ടിയാണ് വന്നത്.